അപ്പൊ ഞങ്ങളെന്ത് പപ്പട കാസിമിനെ കൊണ്ടുവരാൻ പോവാണ്. എങ്ങനെ നെടുമ്പാശ്ശേരിക്ക് ആളെന്ത് മോട്ടറായി കണ്ട് എങ്ങനെ എടുത്ത് മോട്ടറായി കണ്ട് നെടുമ്പാശ്ശേരിക്ക് ടിക്കറ്റ് എടുത്ത് മോട്ടർ. എന്നിട്ട് എന്താ എമിറേറ്റ്സ് എന്ത് ചെയ്ത് മൂഞ്ചിച്ച് ഒരു ദിവസം ലാഗായി. ടിക്കറ്റ് നാളാക്കല്ല, ടിക്കറ്റ് സോറി ഇന്നലെ ഉള്ള ഇന്നാക്കി. അപ്പൊ ഒരു ദിവസം മൂഞ്ചിക്കാനാണ് ആള് വരുന്നത്. പിന്നെ നമ്മളപ്പം ജുനൈദ് ഉണ്ട്. ജുനൈദ പറയാ എന്താ പരിപാടി? ജുനൈദ് ഒന്നും നോക്കില്ല, നാട്ടിന്ന് ഒറ്റ അടി വെച്ച് പിടിച്ചു. 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റോപ്പ്. ഡ്രൈവിംഗ് വേറെ ലെവൽ. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ നെടുമ്പാശ്ശേരി എത്താനായി. മോട്ടറാണൊക്കെ ഷർട്ട് ഹലോ എന്നൊക്കെ ഇരിക്കണേ. ജുനൈദ് എന്തൊക്കെയാ കാണിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലുലുമാള് കാണിച്ചു. എങ്ങനെ പോണേ? എയർപോർട്ടൊക്കെ പോണേ. ആള് ലുലുമാളൊക്കെ കാണിച്ചു തരാറുണ്ട്. എന്തായാലും നമുക്ക് വരുമ്പോ കാണാം. ലുലുമാള് കണ്ടിട്ട് എയർപോർട്ട് പോകണല്ലോ. അങ്ങനെയാണ് ജുനൈദിന്റെ ഒരു പപ്പടത്തിന് പോസ്റ്റ് ആക്കുള്ള എല്ലാ പ്ലാനും ഫൈനലി എത്തിക്കണട്ടാ. ജുറൈദ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളവിടെ എത്തി. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. 4 കൊല്ലമായി അവൻ പോയിട്ട്. അവനെ കാണാൻ കൊതിയായിട്ട് നിൽക്കണം. എപ്പോഴും ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത്. ഓനെന്തിനാ കൊതിയാണോ? എന്തിനാ എനിക്ക് ഒന്നുമില്ലടാ, നമ്മളെ ഫ്രണ്ട്സുകളെ അറിയുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടം പോയി കെട്ടിപ്പിടിക്കട്ടെ. എന്നാലേ ഇൻഷാല്ലാ. ജൂറു എന്താ ഭയങ്കര നാണക്കാരൻ. ജൂറിനെ മൈക്കൊടുത്താ ജൂറ് എന്തേലും പറഞ്ഞ ശരിയാ. ഇതെന്താ ഡ്രൈവ് ചെയ്ത്? എന്ത് ചെയ്ത് ഡ്രൈവ്? ലുലുമാൾക്ക് എത്ര പോണം ചങ്ങായി ഇവിടുന്ന്? അപ്പൊ ഇവിടെ ഇറങ്ങാം മക്കളെ. ജുറ എന്താ പറഞ്ഞ പറയ് ജുറോ. ജുനൈദിന് എന്താ പറയുക, ജുനൈദിന്റെ പ്രശ്നം എന്താ പറയുക, കല്യാണം നോക്കണ്ടേ. അപ്പൊ വ്ളോഗിലൊക്കെ വന്നാലേ പെണ്ണ് കിട്ടൂല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വ്ളോഗിലൊക്കെ വന്നാലേ എന്നെ പെണ്ണുങ്ങൾ കാണുള്ളൂ. അപ്പോഴാ എന്നെ പറ്റിയ കുട്ടികളെ എനിക്ക് മെസ്സേജ് അയക്കും. ആ ഫോണൊക്കെ നാണോ? അത് നമ്മളെ ചെക്കനാണ്. എനിക്ക് നമ്മളെ ചെക്കനാണ്. പെണ്ണ് നോക്കണ്ട്. ഒരു ഡിമാൻഡും ഇല്ല. പൊന്നു പോലെ നോക്കും പെണ്ണ്. അപ്പൊ ആർക്കെങ്കിലും ആണെങ്കിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യാം. ഇത് ഫ്രീ ആണ്. ഈ വലിയ പള്ള ഫ്രീ ആണ്. പള്ള ഫ്രീ ആണ്. പിന്നെ ഹലോ എന്നുണ്ട് ഇവിടെ, അതും ഫ്രീ ആണ് അല്ലേ? അപ്പൊ എല്ലാരും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഫുള്ളായിട്ട് കാണണമെങ്കിൽ ആക്കി ഒരു കാറുണ്ട് കേട്ടോ. ഈ കാറ് ഫ്രീ കിട്ടും കല്യാണം കഴിച്ചാല്. പെണ്ണിനെ പറ്റി പറയുമ്പോ ലുലുമാൾക്ക് കിടക്കാം. പെണ്ണിനെ പറ്റി പറയാം ലുലുമാൾ നോക്കുമ്പോ. അപ്പൊ എല്ലാരും കോണ്ടാക്ട് ചെയ്യാ. ജുനൈദ് MC എന്നാണ് പേര്. അപ്പൊ ആർക്കെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളായിട്ട് ഇൻബോക്സിൽ വരിക. ഫുൾ ഡീറ്റെയിൽസ്. പക്ഷെ ഗൾഫെയറിന്റെ പത്രോസ് ഒന്നും ആള് കാണിക്കൂല. അതൊന്നുമില്ല. സാധാരണക്കാരനാണ് ആള്. ഇത് 2 വ്ളോഗിനുള്ള കണ്ടന്റ് ഉണ്ടല്ലോ അവന്റെ കല്യാണം. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാ, എല്ലാരും കോണ്ടാക്ട് ചെയ്തോളാം കേട്ടാ. ജുനൈദാണ് പേര്. ഡിമാൻഡ് ഒന്നുമില്ല. പെണ്ണെങ്കില ഡിമാൻഡ് ഒന്നുമില്ല. പെൺകുട്ടി ആയാൽ മതി. നമ്മള് ബ്രോക്കർ ഒന്നും എടുക്കണല്ല വിഷയത്തിന്. നമ്മളെ ചെക്കനല്ലേ, ആരെങ്കിലും കിട്ടിയാല് നല്ലതല്ല വെച്ചിട്ടാണ്. ആകെ ഒരു കാറുണ്ട് കേട്ടാ. സ്വന്തമായിട്ട് കാറൊക്കെ വാങ്ങിക്കണേ. കാറൊക്കെ ഉള്ള പാർട്ടിയാണ്. ഹീറോ സെറ്റല്ലേ? വേൾഡ് ഫസ്റ്റ് എയർപോർട്ട്. എന്താ എയർപോർട്ട് പവേർഡ് ബൈ സോളാർ എനർജി. വാവ്. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഒരു കുതിരപ്പവൻ. ഇങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സീറേ വാ തുടക്കണേ. വെള്ളമൊന്നും വേണ്ട. വെള്ളം അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം പുതിയത്. ജുനൈദ് വണ്ടി വർക്ക് ചെയ്യട്ടാ. ജുനൈദ് അളക്കുണ്ട്. അവിടുന്ന് സെൻറ്റിമീറ്റർ ഉണ്ട്. ജുനൈദ് അളക്കുണ്ട്. സൈഡിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ, ബാക്കിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ. എത്രയാ എത്താനായിക്കുമെന്ന് പറഞ്ഞിട്ടാ ഇറങ്ങിക്കണേ. പോയേക്കാം. പ്രത്യേകം നല്ല സൂം ചെയ്ത് മാസിൽ സ്ലോ മോഷൻ ഇടാൻ പറഞ്ഞു. പെണ്ണുങ്ങൾക്കും പിന്നെ ആ റീല് എല്ലാവർക്കും ഷെയർ ചെയ്യാനൊക്കെ ഉള്ള പറഞ്ഞു. ദുബായിലൊക്കെ അയച്ചു കൊടുക്കണ്ടാവും. നാട്ടില് വരണ്ട് ഭയങ്കര കാര്യം അത് കാണിച്ചു കൊടുക്കാൻ. അത് ശരി. ജുനൈദ് റെഡി കേട്ടാ. ജുനൈദ് സെറ്റ് ആയിട്ട് കാസിമിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട്. കാസിമല്ല, പപ്പട കാസിമല്ല. ഇതെന്താണ് ഉരുളി ചെടിച്ചട്ടിയല്ല, ഉരുളിയൊക്കെ ചെയ്യണം എയർപോർട്ടിൽ. 2 ആൾക്കാരെ പപ്പടത്തിനെ കാത്തുനിന്ന് മടുത്തുകണേ. എന്താണ് കഥ? ആറ്റിറ്റ്യൂഡ് ഒന്ന് വരുന്നുണ്ട് കേട്ടാ. മൈൻഡ് ചെയ്യാതെ പോണതാ. ആള് സ്ലോ മോഷൻ ഇട്ട് വരുന്നുണ്ട് കേട്ടാ.
ഏതാ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഏതാ സാധനം. സീന് 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 ഓ സീന് സീന് പപ്പടം. പപ്പട ഈ ഷൂ ഏതാ ഡൂബ്ലിയാണ് നയിക്കണേ. നോക്കട്ടെ ഇത് പോവല്ലേ എന്നാ നോക്കട്ടെ അല്ലോ എല്ലാരും കാണണം. അബിഡാസ് ഷൂ അബിഡാസ് ഷിഫാദാണ് ഇത്. കാസിമല്ല ഷിഫാദാണ്. ആയിഷ് അങ്ങനെ നായകൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ജുറു വണ്ടി എടുത്തോണ്ടേ. അങ്ങനെ നമ്മൾ കാരവൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ. പപ്പടത്തിൻ്റെ വക ഒന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെക്കൻഡ്. ജുനൈദ എന്തേ പറയ്, നമ്മളെ വ്ളോഗിൽ വരാനുള്ളതാണ്. കാസി എന്ത് പറയാനുള്ളേ ബ്രേക്ക്ഫാസ്റ്റ്? ഒന്നും പറയാ. ജുറൈദ ലൈരിക്കെതിരെ 2 വാക്ക്. ഹലോ അങ്ങനല്ല എങ്ങനെയാണ്. അപ്പൊ ജുനൈദ് നേരെ എന്ത് ചെയ്യണം, തൊള്ളിന് സാധനം എടുക്കണം. ലാരിക്കത് 2 വാക്ക് പറയുമ്പോ ലാരി ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ആദ്യം തൊള്ളിന്ന് എടുക്കണം. വീഡിയോ സെറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഓന് ഓനെ ദുബായി നേരാണേ അത് കണ്ടാലേ ആസിം ഇറങ്ങിയ ഇവനാണ് ഇവിടുത്തെ ഈ പരിയത്ത ആളെ. അയൽവാസികളൊന്നും അറിയില്ലേ ദുബായിലായോണ്ടേ. ആളോട് ഇറങ്ങിയപ്പോ അയൽവാസികളൊക്കെ കാണുന്നുണ്ട്. അയൽവാസിന്റെ അത് നോക്ക്. പെട്ടി പൊന്തിച്ചട്ടാ. പെട്ടി തുറന്നോ. ഓര് വന്നോട്ടെ. ഇജെടുത്തോ. ഞാൻ മൈക്ക് കളയല്ലോ. ഈ പോലെ എണ്ണ മൈക്ക് വെക്ക്. വെറുതെ എന്തേലൊക്കെ പറയേ. അല്ല പെട്ടി വിളിച്ച് ഇതോടെ ഇറക്കണോ. എടുത്തോ. എനിക്ക് ഭയങ്കര ജിമ്മിന് പോണ ആളല്ലേ. വേറെ പെട്ടി പൊന്തിച്ച് കൊണ്ടുപോകണ്ട്. കാസിന് ഷോർട്ട് കേട്ടോ. കാസി പെണ്ണുകൾ കണ്ട എന്തോ ഒരു ഇതയിക്കണം. അപ്പൊ പപ്പടനെ പെരിയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ്. താങ്ക് യു. അപ്പൊ താങ്ക് യു. ഇനി പുതിയ വ്ളോഗുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മളൊരു സാമ്പിൾ പഠിക്കട്ടെ അല്ലേ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ കുത്തി പൊട്ടിക്കല്ലേ.